അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജാമിയ ബുസ്താനുലും ഖുർആൻ അക്കാദമിയിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഹിഫ്ള് ചെയ്ത് ഹാഫിളാവുകയും അതിനുശേഷം ഒരു കൊല്ലക്കാലം ദൗറയോടൊപ്പം SSLC പഠനം പൂർത്തിയാക്കുകയും ചെയ്ത ഹാഫിളുകളോടൊപ്പമാണ് ഈ സന്ദർഭത്തിൽ കുറച്ച് സമയം നാം ചെലവിടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം നമുക്കറിയാം, സാധാരണ പലർക്കും നേടിയെടുക്കാൻ കഴിയാത്ത വലിയ സൗഭാഗ്യമാണ് ഇവർ നേടിയെടുത്തത്. വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ ഭൗതിക പഠനം വളരെ ശ്രമകരമായി പൂർത്തിയാക്കുകയും ചെയ്ത കഠിനാധ്വാനികളാണ് എന്നോടൊപ്പം ഉള്ളത്. അവർ SSLC പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷവും ദൗറ പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷവും അതിനേക്കാളെല്ലാം ഉപരി വിശുദ്ധ ഖുർആൻ ഹാഫിളുകളായ സന്തോഷവും ഒരുപോലെ സന്തോഷിക്കുന്ന അവസ്ഥയിലാണ് ഈ സന്ദർഭത്തിൽ അവരുള്ളത്. അതുകൊണ്ട് അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. അള്ളാഹു അവരെ സ്വീകരിക്കുമാറാകട്ടെ. وقالوا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ഞാൻ ഹാഫിൾ അസ്ലം, എറണാകുളം. ഞാൻ ഹാഫിൾ ഫർഹാൻ ഇബ്നു മൻസൂർ, തൃശൂർ. ഞാൻ അൽ ഹാഫിൾ സഹൽ, പാലക്കാട്. ഞാൻ ഹാഫിൾ ഫൗസാൻ അബൂബക്കർ, പൊന്നാനി. ഞാൻ ഹാഫിൾ അബ്ദുറൌഫ്, കുറ്റിപ്പുറം. ഞാൻ ഹാഫിൾ അജൂദ് റഷീദ്, മലപ്പുറം. ഞാൻ ഹാഫിൾ മുബാറക്, ചാവക്കാട്. അള്ളാഹുവാണ് നമ്മുടെ അവലംബം. അവനാണ് എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നത്. അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും നാം പരിഹാരം കാണേണ്ടത്. നമുക്കെല്ലാവർക്കും സുപരിചിതനായ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയയിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. മനുഷ്യ ജീവിതത്തിൽ നിരവധി ആവശ്യങ്ങൾ തുടർച്ചയായി ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യം എന്തു തന്നെയാണെങ്കിലും അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് അതിന് പരിഹാരം കാണണം എന്നുള്ളതാണ്. തഴവ പറയുന്ന വാചകം ഇങ്ങനെയാണ്: ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതില് മുട്ടണം മടിക്കണ്ട, തുറക്കുന്നതാണത് സോദരാ വിധിയുള്ളതാ, ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ. ഇതാണ് തഴവയുടെ വാചകങ്ങൾ. വിശുദ്ധ ഖുർആൻ ഇത് പ്രഖ്യാപിക്കുന്ന ഭാഗങ്ങൾ ഏതൊരു മനുഷ്യനും വലിയ ആശ്വാസം നൽകുന്ന ഭാഗമാണത്. അതിൽ നിന്ന് നമുക്ക് കേൾക്കാം വിശുദ്ധ ഖുർആൻ ആ ഭാഗം എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ ഇതേ ആശയം മറ്റു രൂപത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഗാഫിറിലും അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. ആ ഭാഗം ഇങ്ങനെയാണ്: وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. നമ്മുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും കേട്ട് ഉത്തരം നൽകാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ആ റബ്ബിനോട് തേടുമ്പോൾ അവൻ മാത്രമാണ് നമുക്ക് ആശാകേന്ദ്രമായും അഭയമായും ഉള്ളത് എന്നുള്ള മനസാന്നിധ്യത്തോടെ വേണം അവനോട് ചോദിക്കാൻ. തഴവ തന്നെ പറയുന്നൊരു വാചകമുണ്ട്: അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ചോദിക്കുന്നവൻ അവന്റെ മനോവികാരങ്ങളെയും മനോതലങ്ങളെയും ഈ പ്രകാരം ക്രമീകരിക്കണമെന്നാണ്. ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ. അള്ളാഹുവെ, നീ കൈവിട്ടാൽ എനിക്ക് വേറെ ആരുമില്ല എന്നൊരു മനോവികാരത്തിൽ നിന്ന്, മനസാന്നിധ്യത്തിൽ നിന്ന് വേണം നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് ഉയരാൻ. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടുമ്പോൾ അദ്ദേഹം സ്വീകരിച്ച ശൈലി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. قَالَ رَبَّنَا ظَلَمْنَا أَنفُسَنَا
وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബ പിന്നെയും. തഴവ തന്റെ പുസ്തകത്തിൽ പറയുന്ന വരികളാണിത്. കാരണം പലപ്പോഴും മനുഷ്യൻ അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും, കുറ്റങ്ങൾ വന്നുപോകും. ഈ കുറ്റങ്ങൾ ചെയ്യുന്ന, തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യർ പലപ്പോഴും ആവലാതിപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ റബ്ബിന്റെ പ്രാർത്ഥന സ്വീകരിക്കുമോ, അള്ളാഹു എന്നെ സ്വീകരിക്കുമോ? ഇത്തരം ആശങ്കകൾ കൊണ്ടു നടക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നൽകുന്നത്. തഴവെ അതാണ് എടുത്തു പറയുന്നത്. അഥവാ കൂമ്പാരമായി ഒരു മനുഷ്യൻ തെറ്റു ചെയ്താൽ പോലും അള്ളാഹുവിലേക്ക് നീട്ടിയാൽ, അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ അത് തട്ടാത്ത റബ്ബാണ്. എത്ര തവണ ഏതു രൂപത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഒരാൾ ഒരുക്കമാണെങ്കിലും ആ മനസ്സ്, അള്ളാഹുവിലേക്ക് തിരിയാനുള്ള മനസ്സ് അള്ളാഹു സ്വീകരിക്കുകയും അവന്റെ കൈകൾ തട്ടാതെ അള്ളാഹു കബൂലാക്കുകയും ചെയ്യും എന്നതാണ്. ഇത് വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി നമുക്ക് അവതരിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആനിലെ വചനങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനാകുന്നു സർവസ്തുതി. നമുക്കറിയാം, ഈ മഹത്തായ നിഅമത്തുകളും അനുഗ്രഹങ്ങളും നമ്മുടെ കണ്ണിന്റെ ആനന്ദവും നൽകിയ അള്ളാഹുവിനാകുന്നു വീണ്ടും വീണ്ടും സർവസ്തുതികളും. അള്ളാഹു അവന്റെ വാഗ്ദാനം നിറവേറ്റുന്നവനാണ്. അവൻ അധ്വാനിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകുന്നവനാണ്. സ്വർഗത്തിലെത്തുന്ന മനുഷ്യർ പറയുന്നൊരു വാചകം വിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി എടുത്തുദ്ധരിച്ചു തരുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ അള്ളാഹുവിനോട് എത്രമാത്രം നാം കടപ്പെട്ടിരിക്കുന്നുവെന്നും അള്ളാഹുവിന് എത്രമാത്രം ഹംദുകൾ നാം സമർപ്പിക്കേണ്ടതുണ്ട് എന്നും നമുക്ക് ബോധ്യപ്പെടുത്തുന്നതാണ് സ്വർഗത്തിലെത്തിയ ഓരോ മനുഷ്യരും പറയുന്ന ആ ഹംദ്. ഖുർആൻ ആ രംഗം ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. وقال الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين.